നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഒരു കൂടിക്കാഴ്ച വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് ADGP അജിത് കുമാർ. 2 ദിവസം മുൻപ് അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതിൽ കിടന്ന് പുകയുന്നതിനിടയിലാണ് ഉന്നതന്റെ പേരിൽ മറ്റൊരു ഗൂഢാലോചന കൂടി പുറത്തു വരുന്നത്. ADGP അജിത് കുമാറിനെ സ്വന്തം കാറിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള്ളയെ കാണാൻ കൊണ്ടുപോയ RSS പ്രചാരക് ജയകുമാർ ആരാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും തിരയുന്നത്. തിരുവനന്തപുരം കൈമനത്ത് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ജയകുമാർ. എഞ്ചിനീയറിംഗ് പഠന സമയത്താണ് ABVPയിൽ സജീവമാകുന്നത്. പിന്നീട് തട്ടകം ബാംഗ്ലൂരിലേക്ക് മാറ്റുകയായിരുന്നു. RSS ശാസ്ത്ര സാങ്കേതിക വിഭാഗമായ വിജ്ഞാൻ ഭാരതിയുടെ ജനറൽ സെക്രട്ടറി പദത്തിലെത്തിയ ജയകുമാർ പ്രധാനമന്ത്രി മോദിയുടെ അടുപ്പക്കാരനാണ്. പ്രധാനമന്ത്രിയാകുന്നതിന് മുന്നേ മോദിയുമായി അദ്ദേഹത്തിന് അടുത്ത സൗഹൃദ ബന്ധമുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. BJP ഭരണത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ RSS നയങ്ങൾ രൂപപ്പെടുത്തുന്നതും നടപ്പാക്കുന്നതും ജയകുമാറാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും പരിവാർ പ്രസ്താവനകൾ ശക്തമാക്കാൻ RSS ശ്രമിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പ്രത്യേക സമ്പർക്ക് പ്രമുഖനാണ് ജയകുമാർ. കേരളത്തിലും തമിഴ്നാട്ടിലും RSSന് വേരോട്ടമുണ്ടാക്കുക എന്നതാണ് ദൗത്യം. അധികം എവിടെയും പൊതുമധ്യത്തിൽ കേൾക്കാത്ത അല്ലെങ്കിൽ കാണാത്ത ഒരു വ്യക്തി. പക്ഷെ RSS പ്രവർത്തനങ്ങൾക്ക് അന്തർധാരയിലൂടെ അതിനുള്ള ചരടുവലികളും പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പക്ഷെ ഇപ്പോൾ RSS പ്രചാരക് ജയകുമാറിനെ ADGPയുമായുള്ള ബന്ധമാണ് തിരയുന്നത്. വിവാദങ്ങൾ ഉടലെടുത്തപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ADGP MR അജിത് കുമാർ സഹപാഠിയാണ് എന്നാണ്. അജിത് കുമാർ ഇതിനോടകം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ്. അജിത് കുമാർ പറഞ്ഞതിനോട് എതിരഭിപ്രായമില്ല. മാധ്യമങ്ങളോട് അജിത് കുമാർ സംസാരിക്കുമായിരിക്കും. എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല, പരിമിതികളുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എവിടെയാണ് ഒരുമിച്ച് പഠിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതിരുന്ന ജയകുമാർ സംഘത്തിന്റെ പ്രചാരകനായതിനാൽ മാധ്യമങ്ങളോട് സംസാരിക്കാനാകില്ല എന്നായിരുന്നു വിശദീകരിച്ചത്. ജയകുമാർ ഓടിച്ച കാറിൽ പോയാണ് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള്ളയുമായി ADGP അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത്. ADGPയും ദത്താത്രേയ ഹൊസബള്ളയുമായി തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നായിരുന്നു RSS ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത്. എന്നാൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP തന്നെ സമ്മതിച്ച സാഹചര്യത്തിലാണ് RSS നേതാവിനും ഇത് പറയേണ്ടി വരുന്നത്. പാറേമേക്കാവ് വിദ്യാമന്ദിറിൽ RSS ക്യാമ്പിനിടെയായിരുന്നു കൂടിക്കാഴ്ച. 2023 മെയ് മാസത്തിലാണ് ദത്താത്രേയ ഹൊസബള്ളയുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത്. തൃശൂർ പൂരം കലക്കാനാണ് കൂടിക്കാഴ്ച എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിവുണ്ടോ എന്നുള്ളതും ആഭ്യന്തര ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ ഈ സന്ദർശനം എന്നുള്ളതെല്ലാം ഉയരുന്നൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല.